ചന്തയിൽ പോയി ബാർഗെയിൻ ചെയ്യുന്നത് പോലെ കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോയി ബാർഗെയിൻ ചെയ്ത് നോക്കി കൊളാബ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അടിയായി, ബഹളമായി, ഇടിയായി. സ്വന്തം സ്വഭാവം എല്ലാം അറിയാതെ പുറത്തേക്ക് വന്നു. എന്തായാലും തോറ്റു തുന്നാൻ പാടി തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ആലോചിച്ച് നമുക്ക് മെറ്റാ ഗ്ലാസ് വാങ്ങിച്ചിട്ട് അതും കൊണ്ടുപോയി നാളെ ഒരു പരിപാടി കൂടെ നടത്തിയാലോ, എന്നിട്ട് അതിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വൽസ് കിട്ടുമല്ലോ. അതിന് പ്രകാരം രണ്ടുപേരും മെറ്റാ ഗ്ലാസുമായിട്ട് പിറ്റേ ദിവസം ഇതേ കോസ്മെറ്റിക് ക്ലിനിക്കിൽ ചെല്ലുന്നു, ബാർഗെയിൻ ചെയ്ത് നോക്കുന്നു, വീണ്ടും അടി ഉണ്ടാക്കുന്നു. എന്തായാലും കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഉദ്ദേശം മറന്നുപോയി. നിഷ്കളങ്കരാണല്ലോ, ഇവരുടെ ഉള്ളിൽ രഹസ്യങ്ങളൊന്നും ഇരിക്കത്തില്ലല്ലോ. എല്ലാം സബ്സ്ക്രൈബേഴ്സിനോട് വിളിച്ച് പറഞ്ഞ് എല്ലാം കാണിച്ച് ചെയ്യുന്ന നിഷ്കളങ്കരായിട്ടുള്ള ആളുകളായതുകൊണ്ട് കാര്യത്തിലേക്ക് കടന്നപ്പോൾ സ്വന്തം ഉദ്ദേശം മറന്നുപോയി. മോന്തയ്ക്ക് മെറ്റാ ഗ്ലാസ് ഉണ്ടെന്നും അതിൽ ക്യാമറയുണ്ടെന്നും നമ്മൾ പറയുന്നത് കൂടി അതിൽ പകർത്തും എന്നുള്ള കാര്യം ഇവർ മറന്നുപോയിട്ട് നാക്കെടുത്ത് അങ്ങോട്ട് പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയാൻ തുടങ്ങി. MBD ആയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, ദേ മര്യാദയ്ക്ക് സൂക്ഷിച്ച് കണ്ടൊക്കെ നിൽക്കണം, ഞാനൊരു പോലീസ് ഒഫീഷ്യലാണെന്ന്. അതുപോലെ അവരെ കൊണ്ട് പറയാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വരും നമുക്ക് വിഷ്വൽസ് നോക്കാമെന്ന് വിചാരിച്ച് ഒരു വിഷ്വൽസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി, ഇതിപ്പോൾ പുറത്ത് കാണിക്കാൻ കൊള്ളൂലോടാ, നമ്മൾ പറയുന്നതെല്ലാം പച്ചക്കളല്ലേ, നമ്മൾ പറയുന്നത് ഇതിനകത്ത് കിട്ടുമോ എന്നുള്ള സംശയമായിട്ടുണ്ടാകും. ഈ കുന്ത്രാണ്ട് എന്തിനു വാങ്ങിച്ചു എന്ന് പോലും രണ്ടുപേരും ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇതൊന്നുമല്ല. ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും കോൺഫിഡൻസോട് കൂടി സംസാരിക്കുന്ന കല്യാണി ഓവർ കോൺഫിഡൻസോട് കൂടി പോലും ചില സമയങ്ങളിൽ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ കല്യാണിയുടെ ഉള്ളിൽ മുഴുവൻ കോംപ്ലക്സ് ആയിരുന്നല്ലോ. അതായത് കറുത്തിരുന്നാൽ, നിറം കുറഞ്ഞിരുന്നാൽ ഭംഗിയില്ല എന്നുള്ള ചിന്ത, തടി കൂടിയിരുന്നാൽ കൊള്ളില്ല എന്നുള്ളൊരു ചിന്ത, അങ്ങനെയുള്ളവരൊന്നും കൊള്ളില്ലേ എന്നുള്ള കോംപ്ലക്സുകൾ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ സംസാരിക്കുന്നത്. എല്ലാവരും ഇല്ല, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ നമുക്ക് പ്രത്യക്ഷത്തിലുള്ളത് കല്യാണി ആയതുകൊണ്ട് പറയാണ്. കറുത്തിരുന്നാൽ കൊള്ളില്ല എന്ന് കല്യാണിയോട് ആരാ പറഞ്ഞത്? കല്യാണി തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ? കുറച്ച് നാൾ മുന്നുള്ള വീഡിയോയിൽ താങ്കൾക്ക് കുറച്ച് കളർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ കുറച്ച് എൻഹാൻസ് ചെയ്തതുപോലെ നമുക്ക് തോന്നി. നിറം കുറഞ്ഞിരിക്കുമ്പോൾ കല്യാണി അല്ലാതാകുന്നുണ്ടോ? ഞങ്ങൾക്കിപ്പോൾ കല്യാണിയുടെ വീഡിയോ കണ്ടുമ്പോൾ കല്യാണിയായിട്ട് തന്നെയല്ലേ തോന്നുന്നുള്ളൂ. അപ്പോൾ കല്യാണിയുടെ യഥാർത്ഥ നിറം ഇതാണ്, യഥാർത്ഥ കല്യാണി ഇതാണ്. അതിലെന്താണ് പ്രശ്നം? ഞാനിങ്ങനെ നോക്കിയപ്പോൾ കല്യാണി നിറം വെച്ചിരുന്ന സമയത്തുള്ള അതേ വ്യൂസ് തന്നെ കല്യാണിക്ക് ഇപ്പോഴും ഉണ്ട്. 4 മില്യൺ 3 മില്യൺ ഒക്കെ ഇപ്പോഴും കല്യാണിക്കുണ്ട്. അപ്പോൾ ഇത്രയധികം കോംപ്ലക്സുകൾ ഉള്ളിൽ വെച്ചിട്ട് ഒരു ബ്യൂട്ടി വ്ളോഗർ ഇത്ര കോൺഫിഡൻസോട് കൂടി സംസാരിച്ചതിന് ശേഷം എല്ലാം രഹസ്യമാക്കി വെച്ചിട്ടാണ് ഈ സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി പുള്ളിക്കാരത്തി പോയതും. ഈ ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവാക്കാൻ പുള്ളിക്കാരത്തി വില്ലിങ് ആയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അപകർഷതാ ബോധം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരത്തി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു കേട്ടോ. കാരണം 8-9 ലക്ഷം രൂപ കൊടുത്ത് ഇതുപോലെയുള്ള ഫാറ്റ് റിഡക്ഷൻ സർജറി ഇല്ലാത്ത മെത്തേഡ്, അതുപോലെ ഗ്ലൂട്ടാത്തയോൺ, ഈ നമ്മുടെ ബോളിവുഡ് സ്റ്റാർസായ അലിയ ഭട്ട് അല്ലെങ്കിൽ ദീപിക പദുക്കോണൊക്കെ പോലെ ഇങ്ങനെ പളപള തിളങ്ങുന്ന സ്കിൻ ആകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിയുടെ ആ ഒരു തത്രപ്പട അത്രമേൽ അപകർഷതാബോധം ഉള്ളിൽ വെച്ചിട്ട് കല്യാണി ഈ ഫീൽഡിൽ നിന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, ഉദാഹരണത്തിന് നവ്യ നായർ ആണെങ്കിലും കാവ്യമാധവനാണെങ്കിലും അവരുടെയൊക്കെ ആദ്യ സിനിമകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ് അവരുടെ 4-മത്തെയോ 5-മത്തെയോ സിനിമകൾ. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും നൂതന സംവിധാനങ്ങൾ നമുക്ക് വേണ്ടി റെഡിയാണ്. അപ്പോൾ ആ ഒരു റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. അതിന് പ്രകാരമാണ് കല്യാണി ഡോക്ടർ നിലൂഫറിൻ്റെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്ന് പുള്ളിക്കാരത്തിക്ക് ആഗ്രഹമുണ്ട്. ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും 2-2.5 വർഷം അല്ലെങ്കിൽ 1.5-2 വർഷത്തിനുള്ളിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സംവിധാനങ്ങൾക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് സ്റ്റാർസിനെ നമുക്ക് നേരിലറിയാം. ഇപ്പോൾ അപർണ തോമസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അനുശ്രീയെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഗ്ലൂട്ടാത്തയോണൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ സ്കിൻ ഷെയ്ഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാലയളവിലുള്ള വ്യത്യാസം. അപ്പോൾ കല്യാണിയൊക്കെ സംബന്ധിച്ച് 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോഴേക്കും വലിയൊരു ചേഞ്ച് വരാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ ഡോക്ടർ നെലൂഫർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. കാരണം ആ ഡോക്ടർ അങ്ങനെയാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കല്യാണി ഈ ഒരു സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതും ഒരു സെലിബ്രിറ്റി കോസ്മെറ്റിക് ക്ലിനിക്കിലാണ് പുള്ളിക്കാരത്തി പോയിരിക്കുന്നത്. ഒരു MBD പോലെയുള്ള ആൾ അവിടെ ചെന്ന് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എത്രമാത്രം അന്ധത ഇവരെ ബാധിച്ചിരിക്കാം. ഇത് പൈസ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് അർഹതയില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് എന്നൊന്നും ആർക്കും പറയാൻ റൈറ്റ് ഇല്ല. പക്ഷേ എന്തുകൊണ്ട് ഇവർ ഇത്രമാത്രം അന്ധതയോടുകൂടി കാര്യങ്ങളെ, അതായത് സ്വന്തം ജോലി പോലും മറച്ചു വെച്ചുകൊണ്ട് അതിനെ തിരിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ എത്തുകയാണ് ചെയ്തത്. അത് പൈസയോടുള്ള ആർത്തിയാണോ, ഫ്രീ സർവീസ് കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു അന്ധതയാണോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫർ വരാൻ നമ്മൾ കാത്തിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിലേക്ക് ചെല്ലുക, ഇപ്പം ഈ നമ്മുടെ
ബാംഗ്ലൂരിൽ ആ ഒരു സ്ട്രീറ്റ് ഉണ്ട്, എൻ്റെ പേര് മറന്നുപോയി. അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നല്ല ഷോപ്പുകൾ ഉണ്ടാവും. ആ ഷോപ്പിലിരിക്കുന്ന അതേ സാധനങ്ങൾ തന്നെ അതുപോലെയുള്ള ലോക്കൽ സാധനങ്ങൾ സ്ട്രീറ്റിലും ഉണ്ടാവും. നമ്മൾ ഓടിപ്പോയി സ്ട്രീറ്റിലുള്ള ഈ 50 രൂപയുടെ സാധനം എടുക്കും. ഇതേ സാധനം ഇതിൻ്റെ തന്നെ നല്ല സാധനം ചിലപ്പോൾ ഒരു 300 രൂപയ്ക്ക് 350 രൂപയ്ക്ക് മറ്റൊരു കടയിൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതിൻ്റെ ഈ കുറഞ്ഞ സാധനം വാങ്ങിക്കാൻ വേണ്ടി. അതുപോലെ ഓഫർ കിട്ടുന്ന സാധനങ്ങൾ ഇപ്പോൾ ഒരു കോമ്പ് നമ്മൾ എടുക്കാൻ പോവാം, 3 കോമ്പ് ഇതേ പ്രൈസിന് കിട്ടുവാണെങ്കിൽ നമ്മൾ ആ 3 എടുക്കും. 3 അത്യാവശ്യം ഒന്നും കാണില്ല, നമുക്ക് ആവശ്യം കാണത്തില്ല. അപ്പോൾ ഈ ഒരു അതായത് ഫ്രീ കിട്ടുന്നത് എനിക്ക് വേണം എന്നുള്ളൊരു ആർത്തിയാണോ ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എങ്ങനെയാണെങ്കിലും ഒരു ക്ലിനിക്കിനോട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കേണ്ട കാര്യങ്ങളല്ല ഇവർ കാണിച്ചിരുന്നത്. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെറ്റാഗ്ലാസിൽ ഷൂട്ട് ചെയ്ത പല കാര്യങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടില്ല. കാരണം അത് പുറത്തുവിടാൻ പറ്റത്തില്ല. ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളങ്ങളാണ്. മറ്റൊരു ഹോസ്പിറ്റൽ ഫ്രീ സർവീസ് തരുമ്പോൾ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ട്രീറ്റ്മെൻറ്റിലിരുന്ന ആ ഹോസ്പിറ്റലിനെയും അതിൻ്റെ ഓണറിനെയും അവിടെയുള്ള സകല ആളുകളുടെയും മുഖത്ത് ചളി വാരി തേച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് എൻ്റെ കാര്യം നേടിയേ പറ്റൂ എന്നുള്ള ഒരു അന്ധത. മാത്രമല്ല, ഇത് കല്യാണിയുടെ ഭാഗം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം. അതിലൊക്കെ കല്യാണി മാറ്റിയും തിരിച്ചുമാണ് പറയുന്നത്. പിന്നെ ആദ്യം ഇട്ട ആ ഒരു ഷോർട്ട് വീഡിയോ, അതായത് കുറച്ച് നാളായിട്ട് എല്ലാവരും നിരന്തരം ചോദിക്കുന്ന, ചേച്ചി എന്താ ഭയങ്കര ഡള്ളാണല്ലോ, അതുപോലെ എനിക്ക് തോന്നുന്നു തലകറങ്ങി ഹോസ്പിറ്റലിൽ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പം കല്യാണി ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു ലൈക്ക് അടി എന്നുള്ള കോമൻറ്റൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാവണം കല്യാണി ഇങ്ങനെ ഒരു ദിവസം പറയാണ് ഷോർട്ട് വീഡിയോയിൽ, എന്നെ ഒരു ഹോസ്പിറ്റലുകാർ പറ്റിച്ചു എന്ന്. എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ആ കമൻറ്റ് കണ്ടിട്ടൊന്നുമല്ല. കല്യാണിക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പറയണം, പക്ഷേ ഡയറക്റ്റ് പറയാനും വയ്യ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയും ഭീതിയും. എന്താണെന്നറിയാമോ, ഈ ഹോസ്പിറ്റലുകാർ ഇത് റിവീൽ ചെയ്യുമോ എന്നുള്ളൊരു ഭീതി. പൈസ പോയതിനപ്പുറത്തേക്ക് കല്യാണി ഭയന്നതും തളർന്നതും ഈ ഹോസ്പിറ്റലുകാർ ഡോക്ടർ നിലൂഫറിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ എന്തെങ്കിലും വിഷ്വൽസ് പുറത്തു പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പെട്ടുപോകും എന്നുള്ള ഭയം കൊണ്ടാണ് കല്യാണി അടിപടലം വീണത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ വീണ്ടും പറയാണ്, കല്യാണിയെ പോലെ ആളുകൾ രഹസ്യമായിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വീഡിയോയ്ക്ക് മുന്നിൽ അവർ ഈ കെമിക്കൽ കലർന്ന ഈ തുച്ഛമായ വിലയ്ക്കുള്ളത്, ചിലപ്പോൾ കൂടിയ പ്രൈസിനുള്ളതായി ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളതായിരിക്കും, എന്താണെങ്കിലും അവർ യൂസ് ചെയ്യാതെയാണ്. ഒരു മാസം പോലും ഇവർ യൂസ് ചെയ്യുക, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവർ ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്നുണ്ട്, ഇവർ കൊളാജൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലിനിക്ക് ഏതാണോ ആ ക്ലിനിക്കുകാർ കൊടുക്കുന്ന ഫേസ് വാഷും ഈ മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീനും ഒക്കെ മാത്രമേ ഇവർ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഈ എവർ യൂത്ത് അല്ലെങ്കിൽ പോൺസ് അല്ലെങ്കിൽ വാസലൈൻ ഇതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ, ഇതൊന്നുമല്ല ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും പറയാണ്, ഇവർ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള 100% സേഫ് ആയിട്ടുള്ള, അതും എക്സലൻ്റ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്ന പ്രോഡക്ട്സ് മാത്രം ഇവർ യൂസ് ചെയ്യുന്നു. നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് ലോ ക്വാളിറ്റി ലോ ബഡ്ജറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ സ്കിന്നിനെ, അതായത് പ്രത്യക്ഷത്തിൽ നശിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നില്ല എങ്കിലും പിന്നീട് ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ സ്കിൻ ബേൺ ആയി പോകാനുള്ള ചാൻസുകൾ ഒരുപാടുണ്ട്.